Okay, last class we have discussed about paramagnetic material and diamagnetic material. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെറോ മാഗ്നറ്റിക്സ് ആണ്. ഫെറോ മാഗ്നറ്റിക്സും കുറച്ച് ഡീപ്പായി ഡിസ്കസ് ചെയ്യാണ്ട് ഹിസ്റ്റെറിസിസ് ലൂപ്പൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനാണ് ഇത്. ഇത് ക്ലാസിഫിക്കേഷനും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി എന്താ ഫെറോ മാഗ്നറ്റിസം നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് പറയുന്നത് ഡയാമാഗ്നറ്റിക്സിൻ്റെയും പാരാമാഗ്നറ്റിക്സിൻ്റെയും പറഞ്ഞ പോലെ തന്നെ സസെപ്റ്റബിലിറ്റിയാണ്. സസെപ്റ്റബിലിറ്റി ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അതുപോലെ തന്നെ പെർമിയബിലിറ്റി പറയുകയാണെങ്കിലും പെർമിയബിലിറ്റി ഈസ് ഓൾസോ വെരി ഹൈ വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഫെറോമാഗ്നറ്റിസം. ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ ക്യാൻ ബി ഈസിലി മാഗ്നറ്റൈസ്ഡ് ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അതായത് മെറ്റീരിയൽസിനെ പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഫീൽഡ് ലൈൻസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസൊക്കെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? ഫീൽഡ് ലൈൻസ് ആർ ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻ സച്ച് മെറ്റീരിയൽ. അതുപോലെ തന്നെ നമ്മൾ മറ്റേൻ്റെ കേസിൽ പറഞ്ഞിട്ട് സ്ട്രോങ്ങർ ടു വീക്കർ ഫീൽഡ് പറഞ്ഞു. ഇവിടുത്തെ കേസിൽ മെറ്റീരിയൽസ് ക്യാൻ ടെൻസ് ടു മൂവ് ഫ്രം ലോ ടു ഹൈ ഫീൽഡാണ്. ലോ ടു ഹൈ ഫീൽഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റ്. സ്പെസിമെൻ ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ടെൻസ് ടു മൂവ് ഫ്രം ലോ ടു ഹൈ ഫീൽഡ്. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം ഈസ് നോട്ട് ആക്യുറേറ്റ്ലി പ്രപ്പോർഷണൽ ടു ബി. എം പ്രപ്പോർഷണൽ ടു ബി ആണ് നമ്മൾ മറ്റേ കേസിലൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ? എം ഈസ് നോട്ട് ആക്യുറേറ്റ്ലി പ്രപ്പോർഷണൽ ടു ബി ആണ്. ഓക്കെ, അതുപോലെ തന്നെ സസെപ്റ്റിബിലിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫോർ ലാർജ് റേഞ്ച് ഓഫ് എച്ച്. എച്ചിൻ്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് കൈ എന്ന് പറയുന്നത് ചിലപ്പം കോൺസ്റ്റൻ്റായി വരണമെന്നില്ല. ഓക്കെ, പിന്നെ ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഷോസ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനൊരു ലൂപ്പ് ഗ്രാഫ് പഠിച്ചിട്ടില്ലേ പ്ലസ് ടുവിൽ? അതാണ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്. അത് എമ്മിൻ്റെയും എച്ചിൻ്റെയും വേരിയേഷൻ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ എന്തിൻ്റെയൊക്കെ വേരിയേഷനാണ് കാണിക്കുന്നത്? ബിൻ്റെയും എച്ചിൻ്റെയും വേരിയേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് എന്ത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഹിസ്റ്റെറിസിസ് കർവ് എന്താണെന്നൊക്കെ. അപ്പം ഇതിൻ്റെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഷോസ് ഹിസ്റ്റെറിസിസ്. ഓക്കെ, പിന്നെ ഇതിന് എക്സാമ്പിളായി പറയുന്നത് ഏതൊക്കെയാണ്? അയേൺ, നിക്കൽ, പിന്നെ കൊബാൾട്ട്, Fe3O4. അതിന് പറയുന്ന പേരാണ് മാഗ്നറ്റൈറ്റ്. പിന്നെ അലോയ് ഓഫ് അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്, അൽനിക്കോ എന്ന് കേട്ടില്ലേ? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ടിൻ്റെ അലോയാണ് അൽനിക്കോ. അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. ആൻഡ് ദീസ് അലോയ്സ് ആർ യൂസ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അലോയൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിസം എന്ന ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അതിനെക്കുറിച്ച് മെക്കാനിസം എന്താണെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി അതിനുവേണ്ടി ആ ഒരു ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് അതിൻ്റെ സ്പിന്നിനാണ്, സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിനാണ്. ആ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും അതിൻ്റെ ഇൻറ്ററാക്ഷനുമാണ് ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കിൻ്റെ ഒരു കീ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്ചേഞ്ച് കപ്ലിംഗ്, അറ്റോമിക് ഡൈപോൾ തമ്മിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റായ എക്സ്ചേഞ്ച് കപ്ലിംഗ് നടക്കുന്നത്. എന്താ നടക്കുന്നത്? എക്സ്ചേഞ്ച് കപ്ലിംഗ് നടക്കുക. ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റായ എക്സ്ചേഞ്ച് കപ്ലിംഗ് നടന്നിട്ടാണ് ഇതിലെന്തുണ്ടാകുന്നത്? ഇതിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മെയിനായിട്ട് പറയുന്നത്. നിയർ ബൈ അറ്റോമിക് ഡൈപോൾസ് തമ്മിൽ എന്താ നടക്കുന്നത്? എക്സ്ചേഞ്ച് കപ്ലിംഗ്. അപ്പം ഇവിടെ അതിൻ്റെ എഫക്റ്റായിട്ട് തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടോട്ടൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലെ ഓരോ ഇതും ഓരോ ഡൊമെയിനായിട്ട് ഡിവൈഡ് ചെയ്ത്, ഓരോ പോർഷനും ഓരോ ഡൊമെയിനായിട്ട്, ടിപ്പിക്കൽ ഡൊമെയിൻ സൈസ് ഈസ് എബൌട്ട് ഓരോ മൈക്രോൺ സൈസിലുള്ള ഓരോ ഡൊമെയിനായിട്ട് ഇത് അറേഞ്ച് ചെയ്തു. ഇനി നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഡൊമെയിനും ഓരോ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യും. ആൻഡ് ദർ ഇസ് എ ഡൈപോൾ മൊമെൻറ്റ് ഫോർ ഓരോ ഇതിനും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ഈ ഡൊമൈനിലുള്ള എല്ലാ ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടായിരിക്കും, ഒരു ഡയറക്ഷനിലേക്കും. അപ്പോൾ ഓരോ ഡൊമൈനിലുള്ള ഡൈപോൾസും അലൈൻ ചെയ്യുകയും അങ്ങനെ ഓരോ ഡൊമൈനിനും നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും.
അങ്ങനെ ഈ ഡൊമെയിൻസ് എല്ലാം കൂടി ഡിസ്ട്രിബ്യൂട്ട് റാൻഡംലി ആൻഡ് ദി ബൾക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായി വരും, ഈക്വൽ ടു 0 ആയി വരും. ഓരോ ഡൊമെയിനിലും മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുകയും പക്ഷേ ആ ബൾക്ക് മൊമെൻറ്റ് എന്തായിട്ട് വരും, 0 ആയിട്ട് വരികയും ചെയ്യും. എന്തിൻ്റെ കേസിൽ, ഫെറോ മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ. അതാണ് എന്തിൻ്റെ കേസ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ പറയുന്നത്. ഇനി ഇതിലേക്ക് മാഗ്നറ്റിസം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ, ദ ഡൊമെയിൻ വിൽ ഓറിയൻ ദ ഡയറക്ഷൻ ഓഫ്, ഡൊമെയിൻ എല്ലാം എന്തിൻ്റെ ഡയറക്ഷനിൽ ഓറിയൻ്റ് ചെയ്യും, ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഓറിയൻ. ഇത് അൺമാഗ്നറ്റൈസിൻ്റെ കേസിലാണ് കേട്ടോ. ഇനി മാഗ്നറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൊമെയിനൊക്കെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെ മാഗ്നറ്റൈസേഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഫീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത്, ഫീൽഡ് ഈസ് റിമൂവ്ഡ്, ഡൊമെയിൻ എന്തായി വരും, റിയോറിയൻ റാൻഡംലി. ഡൊമെയിൻ എന്ത് ചെയ്യും, തിരിച്ച് റാൻഡംലി ഈ റീഓറിയൻറ്റേഷൻ നടക്കുകയും ചെയ്യും. എന്തിൻ്റെ കേസിൽ, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ. ഇനി ഹാർഡ് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ കേസിൽ എന്താ, അത് റീറ്റെയിൻ ചെയ്യും. ഇനി നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബോവ് ആയിട്ട് ഹീറ്റ് ചെയ്യുക. ആ ടെമ്പറേച്ചർ അപ്പോൾ എന്ത് ചെയ്യും, ആ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ ലോസ് ചെയ്യും. ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്, ക്യൂറി പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ എബോവ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്ത് ലൂസ് ചെയ്യുന്ന പറഞ്ഞത്, ടെമ്പറേച്ചറിന് എന്ത് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ ലോസ് ചെയ്യും. ഇനി കൂൾഡ് ബിലോ എ ടെമ്പറേച്ചർ റിക്കവേഴ്സ് എ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഓക്കെ, ക്യൂറി പോയിൻ്റ് നിക്കൽ അയേണിന് 631 അത് കെൽവിൻ. അതേപോലെ നിക്കലിന് എന്താണ്, പ്യുവർ നിക്കലിന് 631, അയേണിന് 1043 കെൽവിൻ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ഓഫ് ഫെറോ മെറ്റീരിയൽ ഈസ് നോൺ ലീനിയർലി വിത്ത് മാഗ്നറ്റൈസേഷൻ എച്ച്. നമ്മൾ പറഞ്ഞു മറ്റേതിൻ്റെ കേസിലൊക്കെ ലീനിയർ കർവ് പറഞ്ഞു, ഇവിടെ എന്ത് ലീനിയർ കർവ് അല്ല ഉള്ളത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് മാഗ്നറ്റൈസേഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് കർവ് വരുന്നത്. ഒരു നോൺ ലീനിയർ വേരിയേഷൻ അല്ല എന്ത് നടക്കുന്നത്, എമ്മും എച്ച് തമ്മിൽ ഒരു ലീനിയർ വേരിയേഷൻ അല്ല ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്റെറിസിസ് കർവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റെറിസിസ് കർവാണ്. ഹിസ്റ്റെറിസിസ് കർവ് കൺസിഡർ ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്, കൺസിഡർ എ സ്പെസിമെൻ ഓഫ് അൺമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. അൺമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ഹിസ്റ്റെറിസിസിൻ്റെ ടൈമിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്താ, അൺമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദീസ് കേസ് ടോട്ടൽ ഇൻഡക്ഷൻ ബി ഈക്വൽ ടു, ഇത് ബി എച്ച് കർവാണ്, ബി എച്ച് കർവാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, അൺമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. അൺമാഗ്നറ്റൈസ്ഡ് ഫെറോ മാഗ്നറ്റിക് കേസിൽ ഇൻ ദ കേസ് ബി ഈസ് ഈക്വൽ ടു 0. ഈ കറസ്പോണ്ട്സ് ടു പോയിൻറ്റ് ഒ ഇൻ ദ ബി എച്ച് കർവ്. ഫസ്റ്റ് ഒരു ഒ എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ ഇതുള്ളത്. ഫസ്റ്റ് എവിടെയാണ് ഉള്ളത്, അൺമാഗ്നറ്റിക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. ലോങ് സോളിനോട് കറണ്ട് 0 ആണ്. അതുകൊണ്ട് തന്നെ ബി എച്ച് കർവിൽ ഇത് എവിടെയാണ് ഉള്ളത്, ഒ എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മളെ കർവ് ഉള്ളത്, ഫസ്റ്റ് പോയിൻ്റാണ് കേട്ടോ. ഇനി നമ്മൾ മാഗ്നറ്റൈസേഷൻ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇഫ് ദ ഐ ഈസ് ദ കറണ്ട്, നമ്മളൊരു കറണ്ട് ജനറേറ്റ് ചെയ്യുക. ഗ്രാജുവലി ഇൻക്രീസിങ് ദ കറണ്ട്. സെക്കൻഡ് പോയിൻ്റ് എന്താ, നമ്മൾ കറണ്ട് പതിയെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുകയും അവിടെ എച്ച് ഉണ്ടാവും, ഫീൽഡ് അപ്ലൈഡ് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് എച്ച് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും, ബി സിക്കൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം. നമുക്കറിയാം ബി സിക്കൽ ടു, അപ്പോൾ ബി എച്ചിനനുസരിച്ച് എന്തുണ്ടാവും, ഗ്രാജുവലി കറണ്ട് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, എച്ച് ഉണ്ടാവും. എച്ച് ഇൻക്രീസ് ചെയ്യുക, എച്ചിന് ഓരോ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ബി സിക്കൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം. നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്ലോട്ട് പറഞ്ഞു, ബീൻ്റെ എച്ചിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് ഗ്രാഫെല്ലാം ഇങ്ങനെ അത് കുറഞ്ഞു വന്ന് പിന്നെ ഒരു കൂടി ഇങ്ങനെ ബി എച്ച് കർവ്, ഫസ്റ്റ് ബി എച്ച് കർവ് അങ്ങനെയാണ് വരും. നമ്മളൊരു പി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഒ പി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. കറണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് എന്താ എടുക്കുക, അതിന് ഓരോ ബി എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി കാൽക്കുലേറ്റ് ചെയ്യാം.
അങ്ങനെ നമുക്ക് ഓരോ മാഗ്നറ്റൈസേഷൻ ഓരോ ഇതിലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ ഷോൺ ഒ പി ഇൻ ബി എച്ച് കർ ആൻഡ് ഇറ്റ് വിൽ റീച്ചസ് എ സാച്ചുറേഷൻ പോയിൻറ്റ് ബി അറ്റ് പി. ബിയിൻ്റെ ഒരു സാച്ചുറേഷൻ പെർട്ടിക്കുലർ പോയിൻ്റ് വരെ ഇത് ഇൻക്രീസ് ചെയ്യുള്ളൂ. ആ സാച്ചുറേഷൻ പോയിൻറ്റ് ബീൻ്റെ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് ഉണ്ട്, പിയിലെത്തും. ആ ഫീൽഡിലെത്തുമ്പോൾ ഡൈപോൾസ് ആർ അലൈൻഡ് ഇൻ ദി ഫീൽഡ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ, ഡൈപോളൊക്കെ ഫീൽഡിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മളെന്താ ചെയ്യുന്നത്, ബീൻ്റെ സാച്ചുറേഷൻ പോയിന്റ് ഇനി ഡിക്രീസ് ഇൻ ബി. രണ്ടാമത് പിന്നെ ചെയ്യുന്ന കാര്യം എന്താ, ബീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ ചെയ്യുന്നത്, ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ബി. ബീൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരാം. ബീൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് if on decreasing b, induction does not retrace the original path OP but follows the different path PQ. അപ്പോൾ എന്താ, ഈ ഡിക്രീസ് ചെയ്യുമ്പം ഈ പാത്ത് വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്, പുതിയൊരു പാത്ത് ട്രേസ് ചെയ്യുക. PQ എന്ന് പറഞ്ഞ ഒരു പാത്തിലൂടെയാണ് ബി കുറഞ്ഞ് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സീൻ ദാറ്റ് H becomes 0, certain amount of magnetization retained in the specimen. നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് എച്ച് 0 ആയി. ഒരു പോയിന്റിലെത്തിയപ്പോൾ എച്ചിൻ്റെ വാല്യൂ എന്തായി, 0 ആയി. ബട്ട് സം എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ ബി ഈസ് റിറ്റെയിൻ ഇൻ ദി സ്പെസിമെൻ. അപ്പോൾ നമ്മൾ ഇതിലേ പോയി, പിന്നെ ഇതിലേ വന്ന് നമ്മളിവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി, ഫസ്റ്റ് ഇതിലേ പോയി, പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ബീന് കുറച്ച് എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ സ്പെസിമെനിൽ റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് the value of B at H not equal to 0 is called BR, that is retentivity. Remanence or retentivity എന്ന് പറയുന്നതാണ് BR. Okay, the magnetic flux density remanence of ferromagnetic substance when the saturating field is reduced to 0, then it is called remanence or retentivity. എന്നാൽ remanence or retentivity പറയുന്നത് എന്താണ്, magnetic flux density remaining in a ferromagnetic substance. magnetic flux density ഏതാ, magnetic flux density remaining in a substance when saturation field is reduced to 0 is called BR, retentivity or remanence എന്ന് പറയും. retentivity or remanence എന്ന് പറയും. ഓക്കെ, it is a given state of permanent magnetization. ഓക്കെ, ഇനി നമ്മളെ പോയിൻ്റ് നമ്മളിവിടെ എത്തി. ഇനി നമ്മളെന്താ ചെയ്യുന്നത്, ഓൺ റിവേഴ്സിങ് ഇൻക്രീസിങ് ദ വാല്യൂ എച്ച്. ഇനി എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഇനിയും ഇൻക്രീസ് ചെയ്യാം. റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുക. എച്ചിൻ്റെ ഇവിടെ എത്തി, 0 എത്തി. ഇനി നമ്മൾ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം എന്ത് 0 ആവും, ഇൻഡക്ഷൻ ബിക്കം 0 ഫോർ എ എച്ച് വാല്യൂ കോൾഡ് OR. എച്ചിൻ്റെ വാല്യൂ OR ഈ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് എന്ത് 0 ആവും, ബി 0 ആവും. അതിനെയാണ് പറയുന്നത് കോഴ്സീവ് ഫോഴ്സ്, എച്ച് സിക്ക് എന്താ പറയുന്നത്, കോഴ്സീവ് ഫോഴ്സ്. ഫസ്റ്റ് ഇത് ഇൻക്രീസ് ചെയ്തു, പിന്നെ ബി, അപ്പോൾ ഒരു പോയിന്റിലെത്തി നമ്മൾ തിരിച്ച് റീട്രേസ് ചെയ്തു ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ബി 0 ആവും. പക്ഷേ എച്ച് 0 ആകുമ്പോൾ ബി 0 ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിൽ എച്ച് കുറച്ചും കൂടി കൂട്ടും. അപ്പോൾ എന്താവും, ആ പോയിന്റിലെത്തുമ്പം എന്ത് 0 ആവും, ബി 0 ആവും. ആ OR എന്നുള്ള പോയിന്റിനെയാണ്, അപ്പോൾ OR എന്നുള്ള ഒരു വാല്യൂ ഇല്ല എച്ചിന്, ആ എച്ചിൻ്റെ വാല്യൂ ആണ് കോഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കോഴ്സീവ് ഫോഴ്സ് ഇസ് ദ മിനിമം മാഗ്നറ്റൈസിങ് ഫീൽഡ് necessary to reduce the flux density in a magnetic material. Coercive force is the minimum magnetizing field necessary to reduce the flux density in magnetic material to 0. ഇനി ഫർദർ ഇൻക്രീസിങ് ദ എച്ച്, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, എച്ചിൻ്റെ വാല്യൂ കൂട്ടുക. എച്ചിൻ്റെ വാല്യൂ കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുക ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാച്ചുറേഷൻ പോയിന്റിലെത്തും. ഇനി പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ റിവേഴ്സ് ഡയറക്ഷനിൽ ബി 0 ആവും, എച്ച് നോട്ട് ഈക്വൽ ടു 0 ആവും. ദിസ് റെഫേഴ്സ് ടു റെമനൻസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിന്നെ ഒരു റിട്ടൻഡിറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടം വരെ സൈക്കിൾ മനസ്സിലായോ, ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ആ പാത്ത് തന്നെയല്ല, പുതിയൊരു പാത്ത് ട്രേസ് ചെയ്തു. പിന്നെ ആദ്യം ബി 0 ആയില്ല, പിന്നെ എച്ചിന് 0 ആക്കി.
അങ്ങനെ എച്ച് പിന്നെ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലും, അപ്പോൾ റിവേഴ്സിൽ എച്ച് എന്ന് പറഞ്ഞ പോയിന്റിൽ പിന്നെ റിവേഴ്സ് സാച്ചുറേഷൻ ഉണ്ടായി. അങ്ങനെ പിന്നെ പിന്നെയും കൂട്ടി കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു റിമേൺസ് ഇവിടെ എന്തുണ്ടായി, ഒരു റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടായി. എച്ച് സീറോ അല്ലാത്തൊരു പോയിന്റിനാണ് അല്ലെങ്കിൽ റിട്ടൻറ്റിവിറ്റി ഓർ റെമനൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ PQRST ഓൺ ഇൻക്രീസിങ് ദ ഫീൽഡിൻ്റെ ബി. അപ്പോൾ എന്ത് ചെയ്യും, ഇനി എന്താ ചെയ്യുക, ഓൺ ഇൻക്രീസിങ് ദ ഫീൽഡ്. ഇനി നമ്മൾ സാധാ ചെയ്ത് ഫസ്റ്റ് ഇവിടെ ചെയ്തപ്പോൾ തന്നെ ഫീൽഡ് ഇൻക്രീസ് ചെയ്യുക. ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നെയും തിരിച്ച് സാച്ചുറേഷൻ പോയിന്റിലെത്തും. അതൊക്കെയാണ് അവിടെ പറയുന്നത്. PQRSUVP അത് എന്ന് പറയുന്നത് ഇസ് ഗീവ്സ് എ ലൂപ്പ്. ആ ലൂപ്പിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ഈസ് ലാഗിങ് ബിഹൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് എച്ച്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി എന്ന് പറയുന്നത് എവിടെയാണ് ലാഗ് ചെയ്യുക, ലാഗിങ് ബിഹൈൻഡ് ദി ഫീൽഡ് എച്ച്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ഈസ് ലാഗിങ് ബിഹൈൻഡ് എച്ച്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ബി ഡസ് നോട്ട് ബിക്കം സീറോ വെൻ എച്ച് വാനിഷസ്. എച്ച് വാനിഷ് ചെയ്താലും ബി സീറോ ആവില്ല. അതാണ് ഇവിടെ മെയിൻ വരുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് ദ സ്പെസിമെൻ. ഓക്കെ, ഇനി അത് പറയുന്നത് ഇനി സൈക്കിൾ ഓഫ് മാഗ്നറ്റിക്സ് നടക്കുന്ന സമയത്ത് ബി ഫോളോസ് എ ക്ലോസ്ഡ് കർവ്. ആ ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ നടക്കുന്ന സമയത്ത് ബി എന്ത് ചെയ്യും, ഈ ഒരു ക്ലോസ്ഡ് കർവ് എപ്പോഴും ഫോളോ ചെയ്യും. ഏത് കർവാണ്, PQRSTUVP കോൾഡ് ഹിസ്റ്റെറിസിസ് കർവ് ഓർ ഹിസ്റ്റെറിസിസ് ലൂപ്പ്. ഓക്കെ, വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. പിന്നെ ഇനി ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷനും ഹിസ്റ്റെറിസിസ് കർവിൻ്റെ ആപ്ലിക്കേഷനും അതേപോലെ രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. അത് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അതോടുകൂടി ഇനി ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഇട്ടുതരാം. ഇതിൽ തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു വീഡിയോയും കൂടി ഇട്ടിട്ട് ഈ ചാപ്റ്റർ തീർക്കാം. ഓക്കെ, താങ്ക് യു.